എല്ലാവർക്കും ദേവിയാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് ഞാൻ പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. അതും എളുപ്പത്തിൽ തന്നെ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പാലട പായസമാണ്. ഷുഗർ ഒന്നും കാരമലൈസ് ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ നല്ല പിങ്ക് ഷെയ്ഡിലുള്ള പാലട പായസം കുക്കറിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ സാധാരണ പിങ്ക് ഷെയ്ഡ് കിട്ടാനായിട്ട് ഷുഗർ കാരമലൈസ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. എന്നാൽ ഇത് ഷുഗർ ഒന്നും കാരമലൈസ് ചെയ്യാതെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നല്ലൊരു ക്രീമി ടെക്സ്ചറിലുള്ള നല്ലൊരു പിങ്ക് ഷെയ്ഡിലുള്ള പാലട പായസമാണ്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പാലട പായസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരിയുടെ അടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരിയുടെയാണ് നല്ലത്, നമുക്ക് പായസത്തിന് വേണ്ടിയിട്ട് നല്ലത് അതാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ അടയാണ് നമുക്ക് പാലടയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടത്. വലിയ അട നമ്മൾ സാധാരണ അടപ്രഥമന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഇതിപ്പം ഒരു പാക്കറ്റ് 200 ഗ്രാം ഉണ്ട്. പക്ഷെ നമുക്കിത് മുഴുവനും വേണ്ട. ഞാനിപ്പം 100 ഗ്രാം ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിവിടെ 100 ഗ്രാം അട ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ ഇതേപോലെയുള്ള ചെറിയ അടയാണ് നമുക്ക് വേണ്ടത്. കാരണം പാലടയിൽ അട കടിക്കാനായിട്ട് കിട്ടരുതെന്നാണ് പറയുന്നത്. ഇനി ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളം തന്നെ വേണം. അപ്പൊ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന അട ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ ഇത് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ അട വേവിച്ചെടുക്കുന്നില്ല. നമ്മൾ പാലിന്റെ കൂടെ അടയും കൂടെ ഒരുമിച്ചിട്ടിട്ട് കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പം ഈ വെള്ളത്തിൽ ഇട്ടിട്ട് അട ആയതുകൊണ്ട് ഒട്ടും വെന്ത് പോകരുത്. വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുക്കറിൽ ഇടുമ്പോഴത്തേക്കിനും ഒരുപാട് ഓവറായിട്ട് വെന്ത് അങ്ങ് ഉടഞ്ഞു പോകും അട. അപ്പൊ അതുകൊണ്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ അട ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉടൻ തന്നെ നമ്മളിത് ഡ്രെയിൻ ചെയ്തിട്ട് പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് വേണ്ടത്. അപ്പം അട ഈ വെള്ളത്തിലിട്ട് വെന്ത് പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൽ ഇടുമ്പം ഉറപ്പായിട്ടും അത് കുഴഞ്ഞു പോകും. പായസം എല്ലാം കൂടെ കുഴഞ്ഞ് വല്ലാണ്ട് ഇരിക്കും, നല്ലതായിട്ട് കിട്ടത്തില്ല. അപ്പം വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇനിയിപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എടുത്തിരിക്കുന്ന അട ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് ഡ്രെയിൻ ചെയ്യാം. അപ്പൊ ഉടനെ തന്നെ നമ്മളിത് ഡ്രെയിൻ ചെയ്തെടുക്കണം. അല്ലാതെ അധിക സമയം ആ വെള്ളത്തിൽ ഇട്ടിരുന്നു കഴിഞ്ഞാൽ അടയങ്ങ് വെന്ത് പോകും. അപ്പൊ പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പൊ അട ഒട്ടിപ്പിടിക്കത്തുമില്ല. പിന്നെ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് പോയി കിട്ടും. ഇതേപോലെ പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുമ്പോൾ. അപ്പൊ ഞാനതൊന്ന് കാണിച്ചു തരാം. അട ഒട്ടും തന്നെ വെന്ത് പോയിട്ടില്ല. വെന്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പായസം നന്നായിട്ട് വരില്ല. കുക്കറിലിടുമ്പോൾ കുഴഞ്ഞു പോകും. അപ്പൊ അതാ കണ്ടില്ലേ, ഒട്ടും തന്നെ അട വെന്ത് പോയിട്ടില്ല. അപ്പൊ ഇതിനി നമ്മൾ പാലിന്റെ കൂടെ കുക്കറിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അട നന്നായിട്ട് വെന്ത് കിട്ടുമോ, അതുപോലെ തന്നെ അട ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോകുമെന്ന്. അങ്ങനെയൊന്നും ഡൗട്ട് വേണ്ട. അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. നന്നായിട്ട് തന്നെ കിട്ടും നമുക്ക്. അപ്പൊ ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു കുക്കർ തന്നെ വേണം. അപ്പൊ ഇത് നല്ല വൃത്തിയുള്ള കുക്കർ തന്നെ വേണം എടുക്കാനായിട്ട്. ഞാനിത് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചിരിക്കുന്ന കുക്കറാണ്. ഇതിൽ ഞാൻ കറിയൊന്നും ഉണ്ടാക്കാറില്ല. ഇനിയിപ്പോൾ നിങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന കുക്കറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ പായസം പിരിഞ്ഞു പോകും. അപ്പൊ കുക്കറിലേക്ക് ഞാൻ ആദ്യം തന്നെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ പാൽ ഒഴിക്കുകയാണെങ്കിൽ പാൽ അടിയിൽ പിടിക്കാതിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി ഞാൻ ഇതിലേക്ക് 2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഫുൾ ക്രീമിന്റെ പാലാണ്. ഫുൾ ക്രീമിന്റെ പാല് തന്നെ എടുക്കണം. എങ്കിൽ മാത്രമേ പായസത്തിന് നല്ലൊരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഇപ്പം 2 ലിറ്റർ ഫുൾ ക്രീം പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പം ഞങ്ങൾക്കിവിടെ അത്യാവശ്യം ഒരു മീഡിയം മധുരം കിട്ടിയിട്ടുണ്ട് 1 കപ്പ് പഞ്ചസാരയിൽ. ഇനിയിപ്പം നല്ല മധുരം വേണ്ടവരാണെങ്കിൽ 1 കപ്പിന് പകരം 1.25 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പൊ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ അടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ അത് അടയൊന്നും ഒട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പൊ ആ അടയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതുവരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് ഇപ്പൊ ഞാൻ ഹൈ
ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഈ പാലൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുക്കർ അടച്ചു വെക്കുന്നത്. അപ്പൊ അതുവരെ ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നെയ്യ് ചേർത്തില്ലെങ്കിൽ നമ്മുടെ പായസം നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ പാല് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കുക്കർ അടച്ചു വെക്കാം. അപ്പൊ ഇനി ഞാൻ കുക്കർ അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യരുത്. ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മളിത് 3/4 മണിക്കൂർ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പാലിന്റെ കൂടെ അടയും കൂടെ നന്നായിട്ട് വെന്ത് വന്നോളും. 3/4 മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കർ മാറ്റി വെക്കാം. പിന്നെ ഇതിന്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് ചെറുതായിട്ട് ആവി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഇതിൽ നിന്ന് ആവി വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് വിസിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ ഫ്ലെയിം ഈ ഒരു ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ, അല്ലാതെ കൂട്ടി വെക്കരുത്. ഈ രീതി കൂട്ടി വെക്കരുത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഈ രീതിയിൽ വേണം ഫ്ലെയിം വെക്കാനായിട്ട്. ഈ രീതിയിൽ ഒരു 3/4 മണിക്കൂർ ഈ രീതിയിൽ ഫ്ലെയിം വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഇനി നമ്മൾ ഈ 3/4 മണിക്കൂർ കുക്ക് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഇതിൽ നിന്ന് ഒരു സൗണ്ട് വരും. കേട്ടില്ലേ? ഇതേപോലെ ചെറിയൊരു സൗണ്ട് വരും. അതിന് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം അഥവാ ഒരു വിസിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. വിസിൽ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് 1-2 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിരുന്നാൽ മതി. 1-2 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിൽ വീണ്ടും ഓൺ ചെയ്ത് ബാക്കി കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഈ രീതിയിൽ 3/4 മണിക്കൂർ കുക്ക് ചെയ്യാം. അപ്പൊ 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പാല് കുറച്ചൊന്ന് ചീറ്റിപ്പോയതാണിത്. പക്ഷെ കുഴപ്പമില്ല. വിസിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 2 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ വീണ്ടും ബാക്കിയും കൂടെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ലോ ഫ്ലെയിമിൽ. അപ്പൊ അങ്ങനെ വിസിൽ വന്നു കഴിഞ്ഞാലും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ രീതിയിൽ ചെയ്താൽ മതി. ഇപ്പം 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെയും നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിന്റെ പ്രഷർ കംപ്ലീറ്റ് മാറിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിനി നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളുടെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഈ ക്യാമറയിൽ കൂടെ കറക്റ്റ് ആ ഒരു കളർ ഒന്നും അറിയാൻ പറ്റുന്നില്ല. നല്ലൊരു പിങ്കിഷ് കളർ വന്നിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് ചായയുടെ ആ ഒരു കളർ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ക്യാമറയിൽ കൂടി ആ ഒരു കളർ പക്ഷെ അറിയാൻ പറ്റുന്നില്ല. ഇതിപ്പം നമ്മുടെ പായസം കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണല്ലോ ഇരിക്കുന്നത്. അതിന് കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ ഇരുന്നിട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കാകും ഈ പായസം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത് കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നല്ല ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ട് പായസത്തിന്. ഇപ്പൊ ഇതാ കണ്ടില്ലേ? ഈ ഒരു കളറാണ് നമ്മുടെ പായസത്തിന്. ഒരു ലൈറ്റ് ചായയുടെ ആ ഒരു കളറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്ത് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു കാരമലിന്റെ കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളർ വരും. ഇതിപ്പോ നമ്മൾ ഷുഗർ ഒന്നും കാരമലൈസ് ചെയ്തിട്ടല്ലല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു പായസത്തിന്. അപ്പൊ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തവരെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു നുള്ളു ഉപ്പും കൂടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് മാത്രമേ ആകാവുള്ളൂ, കൂടി പോകരുത്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തത്. അപ്പൊ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതില് നിങ്ങൾക്ക് ആദ്യം തന്നെ ആ പാട മുകളിൽ വന്ന് കിടക്കുന്നത് ഒരു സ്പൂൺ വെച്ച് വേണമെങ്കിൽ ഒന്ന് മാറ്റാം. ഞാനിപ്പോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പോയത് കാരണമാണ് ഇങ്ങനെ പാട അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം തന്നെ കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ ആ പാട മുകളിൽ വരുന്നത് ഒരു സ്പൂൺ വെച്ചൊന്ന് മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാട ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കത്തില്ല. അപ്പൊ ഞാൻ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പൊ ഞാനിത് കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷം കുറച്ചുകൂടി ഇതൊന്ന് തിക്കായി വന്നു കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. പായസത്തിന്റെ ആ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പൊ അതാ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പൊ അതാ കണ്ടില്ലേ? നമ്മുടെ അടയൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ അങ്ങനെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. കറക്റ്റ് പരുവത്തിൽ തന്നെ അടയൊക്കെ വെന്ത്
വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അട വേറെ വേവിക്കുക, പാല് വേറെ തിളപ്പിക്കുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷെ ആദ്യം പറഞ്ഞതുപോലെ അട ആദ്യം തിളച്ച വെള്ളത്തിലിട്ടിട്ട് വെന്തു പോകരുത്. വെന്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടയൊക്കെ ഉടഞ്ഞു പോകും, എല്ലാം കൂടെ പായസം എല്ലാം കൂടെ കുഴഞ്ഞിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. അപ്പൊ നല്ലൊരു ക്രീമി ടെക്സ്ചറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പൊ അതാ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ് ആണ് നമ്മുടെ പായസത്തിന് വന്നിരിക്കുന്നത്. ഇതിപ്പോ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ. പക്ഷെ നമ്മുടെ ക്യാമറയിൽ കൂടെ അതിന്റെ ആ ഒരു കളർ മാത്രം ശരിക്കും കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നില്ല. നമ്മുടെ ഒരു ലൈറ്റ് ചായയുടെ ഒക്കെ ആ ഒരു കളറാണ് നമ്മുടെ പായസത്തിന് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്, നല്ലൊരു ക്രീമി ടെക്സ്ചർ ആണ്. അപ്പൊ അതാ കണ്ടില്ലേ, ഈ ഒരു കളറാണ് ശരിക്കും നമ്മുടെ പായസത്തിനുള്ളത്, ഒരു ലൈറ്റ് പിങ്കിഷ് കളർ. എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതേ രീതിയിൽ തന്നെ ഇതിനു മുന്നേ അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ 1 പോട്ടായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അമ്പലപ്പുഴ പാൽപ്പായസം, അതിന് നല്ല ഫീഡ്ബാക്ക് കിട്ടിയതാണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈ ഓണത്തിന് എല്ലാവരും ഈ രീതിയിൽ എളുപ്പത്തിൽ പാലട പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.